കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദി ഇലക്ടറൽ സ്കാം, വോട്ടർ പട്ടികയിലെ ക്രമക്കേട്. യഥാർത്ഥത്തിൽ ആരോടാണ് നമ്മൾ പരാതിപ്പെടേണ്ടത്? ആരോടാണ് നമ്മൾ വിശദീകരണങ്ങൾ തേടേണ്ടത്? ആരാണ് ഈ പ്രശ്നത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് സോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടത്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? ദ ആൻസർ ഈസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിഷ്പക്ഷമായി ഇംപാർഷ്യലായി പ്രവർത്തിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ അവർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഡീൽസ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിൽ വന്നിട്ടുള്ള ഏക ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളായിട്ടുള്ള പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും തെരഞ്ഞെടുപ്പ്, അതുപോലെ രാജ്യസഭ, ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇവ കണ്ടക്ട് ചെയ്യുക. അതുപോലെ ഇവയുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുക, പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ എങ്ങനെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഒരു വിധി പറയുന്നത്. ഈ വിധി പ്രകാരം ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു 3 അംഗ സെലക്ഷൻ കമ്മിറ്റി വേണം. ഈ 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരാൾ പ്രധാനമന്ത്രി, മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ്, മൂന്നാമത്തെയാൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇവർ 3 പേരടങ്ങുന്ന 3 അംഗ കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ആളെയാണ് പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിയമിക്കേണ്ടത് എന്നതായിരുന്നു ആ ഉത്തരവ്. എന്നാൽ 2023 നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മറ്റൊരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിലവിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ മാറ്റിക്കൊണ്ട് അവിടേക്ക് പ്രധാനമന്ത്രി റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു ക്യാബിനറ്റ് പദവിയുള്ള മറ്റൊരു മന്ത്രിയെ നിയമിക്കണമെന്നായി. അതായത് സുപ്രീം കോടതി പറഞ്ഞതിനെ മറികടന്നുകൊണ്ട് 2023 കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിലവിൽ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരാൾ പ്രധാനമന്ത്രിയും, രണ്ടാമത്തെയാൾ ക്യാബിനറ്റ് പദവിയുള്ള മറ്റൊരു മന്ത്രിയും, മൂന്നാമത്തെയാൾ പ്രതിപക്ഷ നേതാവുമാണ്. അതായത് 2 പേർ ഭരണപക്ഷത്തു നിന്നും ഒരാൾ പ്രതിപക്ഷത്തു നിന്നും. നിലവിലുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളെ പൂർണ്ണമായും അതിൽ നിന്നും മാറ്റി നിർത്തി. ആ നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്ന 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണോ അതാണ് നടപ്പിലാകുക. 3ൽ 2 പേരും ഭരണപക്ഷത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാത്രമേ നടപ്പിലാവുകയുള്ളൂ. നിലവിലുള്ള 3 അംഗ ഇലക്ഷൻ കമ്മീഷനിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇദ്ദേഹവും മറ്റൊരു ഇലക്ഷൻ കമ്മീഷണറും ഫെബ്രുവരി 18, 2025 നിയമിതരായിട്ടുള്ള ആളുകളാണ്. അതായത് നേരത്തെ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം നിയമിതരായിട്ടുള്ള ആളുകളാണ് ഇവർ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴും ഇവർ മൗനം പാലിക്കുന്നത് എന്ന്. വളരെ ഇൻഡിപെൻഡൻ്റായി നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിൽ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മൗനം പാലിക്കുന്നത്, അവർ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകാത്തത്. കാരണം അവർ ഇന്ന് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തെ മറികടന്നില്ല എങ്കിൽ, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 2023 കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമം, ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾക്ക് നമ്മൾ നിരുപാധികപരമായിട്ടുള്ള പിന്തുണ നൽകണം. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്.